നമസ്കാരം. വിൻഡോസ് സീറ്റുകൾ എന്ന് വിശ്വസിപ്പിച്ച് ടിക്കറ്റ് നൽകിയിട്ടും ജനലുകളില്ലാത്ത സീറ്റുകൾ നൽകിയ സംഭവത്തിൽ വിമാന കമ്പനിയായ യുണൈറ്റഡ് എയർലൈൻസിന് കടുത്ത തിരിച്ചടി. അധിക തുക ഈടാക്കി വിൻഡോസ് സീറ്റ് നൽകിയ ശേഷം കാഴ്ച ലഭിക്കാത്ത സീറ്റുകൾ നൽകിയെന്ന യാത്രക്കാരുടെ ഹർജി തള്ളണമെന്ന എയർലൈൻസിന്റെ വാദം ഫെഡറൽ ജഡ്ജി നിരസിച്ചു. ഇതോടെ വിഷയത്തിൽ ഹർജിക്കാർ ഫയൽ ചെയ്ത ഗ്രൂപ്പ് ഹർജിയുമായി മുന്നോട്ടു പോകാൻ കോടതി അനുമതി നൽകി. ഡെൽറ്റ എയർലൈൻസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കേസിൽ യാത്രക്കാരെ വിമാന കമ്പനികൾ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് പ്രധാന ആരോപണം. ബോയിങ് 737, 757, എയർബസ് A321 തുടങ്ങിയ വിമാനങ്ങളിലെ ചില വിൻഡോ സീറ്റുകൾക്ക് സമീപം ജനലുകൾക്ക് പകരം വെറും ചുവരുകളാണെന്ന കാര്യം ടിക്കറ്റ് ബുക്കിംഗ് വേളയിൽ കമ്പനികൾ വ്യക്തമാക്കിയിരുന്നില്ല. സാൻ ഫ്രാൻസിസ്കോയിലെ ഫെഡറൽ ജഡ്ജ് ജെയിംസ് ഡൊനാറ്റോയാണ് യുണൈറ്റഡ് എയർലൈൻസിന്റെ വാദം തള്ളിയത്. വിൻഡോ സീറ്റ് എന്നത് സീറ്റിന്റെ സ്ഥാനം മാത്രമാണെന്നും പുറത്തെ കാഴ്ച വാഗ്ദാനം ചെയ്യുന്നില്ല എന്നുമുള്ള ഷിക്കാഗോ ആസ്ഥാനമായ യുണൈറ്റഡിന്റെ വാദം അദ്ദേഹം നിരാകരിച്ചു. ഫെഡറൽ നിയമപ്രകാരം ഇത്തരം ഹർജികൾ നിലനിൽക്കില്ലെന്ന യുണൈറ്റഡിന്റെ വാദവും ജഡ്ജ് ഡൊനാറ്റോ തള്ളി. അധിക പണം നൽകി സീറ്റ് ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് നൽകിയ ടിക്കറ്റ് വ്യവസ്ഥകളിലും ബോർഡിംഗ് പാസുകളിലും റിസർവേഷൻ സ്ക്രീനുകളിലും വിൻഡോ സീറ്റ് എന്ന് വ്യക്തമായി ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിഷയം സംബന്ധിച്ച് ദി ഇൻഡിപെൻഡന്റ് പ്രതികരണം ആരാഞ്ഞപ്പോൾ വിമാന കമ്പനി കേസിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി 2025 തങ്ങളുടെ വെബ്സൈറ്റിലും ആപ്പിലും മാറ്റങ്ങൾ വരുത്തിയതായും സീറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ സംവിധാനം പരിഷ്കരിച്ചതായും യുണൈറ്റഡ് അറിയിച്ചു. വിചാരണയിലിരിക്കുന്ന കേസായതിനാൽ പ്രതികരിക്കാനില്ല എന്നാണ് ഡെൽറ്റ എയർലൈൻസ് വക്താവ് അറിയിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യാത്രക്കാർ ഒന്നിച്ചു ചേർന്ന് 2 എയർലൈനുകൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തത്. യുണൈറ്റഡ് എയർലൈൻസിനെതിരെ സാൻ ഫ്രാൻസിസ്കോ ഫെഡറൽ കോടതിയും ഡെൽറ്റയ്ക്കെതിരെ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ഫെഡറൽ കോടതിയുമാണ് കേസ് നിലനിൽക്കുന്നത്. ഡെൽറ്റ എയർലൈൻസും തങ്ങൾക്കെതിരെയുള്ള ഈ ഹർജി തള്ളിപ്പോകുന്നതിനായി കോടതിയെ സമീപിക്കുകയും നിയമ നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട്. യുണൈറ്റഡിന്റെ വാദങ്ങൾ തികച്ചും ജനവിരുദ്ധമാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകനായ കാർട്ടർ ഗ്രീൻബാം ആരോപിച്ചു. അധിക തുക നൽകി വിൻഡോ സീറ്റ് ബുക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ നിലപാടാണ് യുണൈറ്റഡിൻ്റെതെന്നും ഇത്തരം വാക്ക് പയറ്റുകളേക്കാൾ മെച്ചപ്പെട്ട സേവനമാണ് ഉപഭോക്താക്കൾ അർഹിക്കുന്നതെന്നും അദ്ദേഹം റോയിറ്റേഴ്സിനോട് പറഞ്ഞു. വിമാനത്തിന്റെ ബോഡി വോളിനോട് ചേർന്നുള്ള സീറ്റ് എന്ന അർത്ഥത്തിലാണ് വിൻഡോ സീറ്റ് എന്ന് ഉപയോഗിച്ചതെന്നും പുറത്തെ കാഴ്ച ഉറപ്പ് നൽകിയിട്ടില്ല എന്നുമായിരുന്നു കോടതി രേഖകളിൽ യുണൈറ്റഡ് വാദിച്ചത്. ഒരു പ്രത്യേക സീറ്റിനെ പരാമർശിക്കാൻ വിൻഡോ എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് കാഴ്ച ലഭിക്കുമെന്ന് അർത്ഥമാക്കാനാകില്ല എന്ന വാദമാണ് കമ്പനി ഉയർത്തിയത്. 10 ലക്ഷത്തിലധികം വരുന്ന യാത്രക്കാർക്കായി ദശലക്ഷക്കണക്കിന് ഡോളറുടെ നഷ്ടപരിഹാരമാണ് ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. യാത്രക്കിടയിലെ ഭയം കുറയ്ക്കാനും മോഷൻ സിക്നസ് ഒഴിവാക്കാനും വിമാനയാത്രയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനുമാണ് പലരും കൂടുതൽ പണം നൽകി വിൻഡോ സീറ്റുകൾ തിരഞ്ഞെടുത്തതെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു. എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും അത്ര കേട്ടുകേൾവിയില്ലാത്തൊരു പരാതിയാണ്. പലപ്പോഴും വിൻഡോ സീറ്റുകൾക്കായി അധിക പണമൊക്കെ ഈടാക്കും, എന്നാൽ നമുക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കാറില്ല. ഈ ഘട്ടത്തിലാണ് കോടതി ഉത്തരവുകൾ പ്രസക്തമാകുന്നത്.